സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പരിശുദ്ധ കഅബയെ പുനർനിർമ്മിച്ച സംഭവം അറിയിക്കുന്നുണ്ട്. അതിൽ കഅബയുടെ പണി പൂർത്തിയായതിനു ശേഷം അവർ രണ്ടുപേരും ആ ഒരു പ്രവർത്തനം സ്വീകരിക്കാനായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവെ ഞങ്ങളിൽ നിന്നും ഈ ഒരു പ്രവർത്തനം സ്വീകരിക്കണമേ. ഈ ഒരു പ്രവർത്തനം ചെയ്തത് നിഷ്കളങ്കരായ അള്ളാഹുവിനെ തൃപ്തി മാത്രം ആഗ്രഹിക്കുന്ന പ്രവാചകന്മാരാണ്. അവർ ചെയ്ത പ്രവർത്തനം ഏറ്റവും ശ്രേഷ്ഠമായ പരിശുദ്ധ കഅബയെ പുനർനിർമ്മിക്കുക എന്ന പ്രവർത്തനമാണ്. എന്നിട്ടും അവർ അള്ളാഹുവിനോട് അവരുടെ പ്രവർത്തനം സ്വീകരിക്കാനായി ദുആ ചെയ്തു. ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, ഏതൊരു പ്രവർത്തനം ചെയ്താലും അതെത്ര ചെറുതായിക്കൊള്ളട്ടെ, അതെത്ര വലുതായിക്കൊള്ളട്ടെ, ആ പ്രവർത്തനം സ്വീകരിക്കാനായി അള്ളാഹുവോട് ദുആ ചെയ്യണം. കാരണം ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലല്ല കാര്യം, നേരെ മറിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നതിലാണ് കാര്യം. അതുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. അത് സ്വീകരിക്കാനായി പ്രവർത്തനങ്ങൾക്ക് ശേഷം അള്ളാഹുവോട് ദുആ ചെയ്യണമെന്ന പാഠം അതിൽ നിന്നും നാം മനസ്സിലാക്കണം.